മോളിവുഡിലെ ഏറ്റവും ഹൈപ്പുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് അൻവർ റഷീദ് മമ്മൂട്ടി. ഇവരുടെ കൂട്ടുകെട്ടിൽ രണ്ടേ രണ്ട് സിനിമകളാണ് പുറത്തു വന്നിരുന്നത്. രണ്ടും ബ്ലോക്ക് ബസ്റ്ററായി മാറിയതാണ്. മമ്മൂട്ടിയും അൻവർ റഷീദും ആദ്യമായി ഒരുമിച്ചത് രാജമാണിക്യത്തിലൂടെയാണ് 2005-ൽ. മലയാള സിനിമയുടെ സർവ്വകാല റെക്കോർഡ് തീർത്താണ് രാജമാണിക്യം തിയേറ്റർ റൺ അവസാനിപ്പിച്ചത്. അതിനുശേഷം അൻവർ റഷീദ് മോഹൻലാലിനൊപ്പം ഒരുമിച്ച് ചോട്ടാ മുംബൈ എന്ന ബ്ലോക്ക് ബസ്റ്റർ നൽകുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് വീണ്ടും മമ്മൂക്കയ്ക്കൊപ്പം അണ്ണൻ തമ്പി എന്ന സിനിമ വരുന്നത്. അണ്ണൻ തമ്പിയിൽ മമ്മൂക്ക ഇരട്ട വേഷത്തിലാണ് എത്തിയത്. ചിത്രം മറ്റൊരു ബ്ലോക്ക് ബസ്റ്ററായി മാറുകയും ചെയ്തു. അതിനുശേഷം അൻവർ റഷീദ് മോഹൻലാലിനെ വെച്ചോ മമ്മൂട്ടിയെ വെച്ചോ സിനിമകൾ ചെയ്തിട്ടില്ല. പക്ഷേ അൻവർ റഷീദ് ഉസ്താദ് ഹോട്ടൽ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ദുൽഖർ സൽമാനോടൊപ്പം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. മലയാളത്തിലെ തന്നെ ഏറ്റവും ബ്രാൻഡ് വാല്യൂ ഉള്ള ഡയറക്ടർമാരിൽ ഒരാളാണ് അൻവർ റഷീദ്. അദ്ദേഹത്തിന്റെ അവസാന ചിത്രം ട്രാൻസ് തിയേറ്ററിൽ വിജയമായിരുന്നില്ല. വലിയ പ്രതീക്ഷയിലായിരുന്നു ആ സിനിമ തിയേറ്ററിൽ എത്തിയത്. ഫഹദ് ഫാസിൽ നായകനായ ചിത്രമായിരുന്നു. പക്ഷെ അതിനുശേഷം അൻവർ റഷീദ് മറ്റൊരു ചിത്രം സംവിധാനം ചെയ്തിട്ടില്ല. 2005-ൽ സംവിധായകനായി ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന അൻവർ റഷീദ് അധികം സിനിമകളൊന്നും സംവിധാനം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു സിനിമ ഒഴികെ ബാക്കിയെല്ലാം സൂപ്പർ ഹിറ്റുകളോ അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്ററുകളോ ആണ് താനും. അതിനാൽ തന്നെ വലിയ കാത്തിരിപ്പാണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ളത്. ഇപ്പോൾ അറിയുന്നത് മമ്മൂട്ടിയോടൊപ്പം അൻവർ റഷീദിന്റെ പ്രോജക്റ്റ് വരുന്നു എന്നാണ്. ആ സിനിമ മുൻപ് ക്യൂബ് എന്റർടൈൻമെന്റ്സ് ഖാലിദ് റഹ്മാനോടൊപ്പം അനൗൺസ് ചെയ്ത പ്രോജക്റ്റ് ആയിരുന്നു. പക്ഷെ ഖാലിദ് റഹ്മാൻ ആ ഒരു പ്രോജക്റ്റിൽ നിന്ന് പിന്മാറി. അതിനാൽ തന്നെ ആ ഒരു പ്രോജക്റ്റ് പ്രതിസന്ധിയിലായിരുന്നു. അതിനേക്കാൾ വലിയൊരു സംവിധായകൻ ആ ഒരു പ്രോജക്റ്റുമായി അസോസിയേറ്റ് ചെയ്യും എന്നൊക്കെ കേട്ടിരുന്നു. ഇപ്പോൾ അറിയുന്നത് അൻവർ റഷീദാണ് മമ്മൂട്ടിയോടൊപ്പം ക്യൂബിന്റെ സിനിമ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പ്രോജക്റ്റിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടില്ല. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും ഹൈപ്പുള്ള പ്രോജക്റ്റ് ആയിട്ട് അത് മാറും. അത് യാതൊരു സംശയവുമില്ല. ഏത് തരത്തിലുള്ള സിനിമയാണ് മമ്മൂക്കയോടൊപ്പം അൻവർ റഷീദ് ചെയ്യുക എന്നറിയില്ല. തന്റേതായ ഒരു സിനിമയ്ക്ക് വളരെയധികം സമയമെടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് അൻവർ റഷീദ്. അതിൻ്റെതായ ക്വാളിറ്റി അദ്ദേഹത്തിന്റെ പ്രോജക്റ്റിൽ കാണാറുമുണ്ട്. എന്തായാലും പ്രേക്ഷകർ രാജമാണിക്യത്തിനും അണ്ണൻ തമ്പിക്കും ശേഷം മമ്മൂട്ടിയുമായി അൻവർ റഷീദ് ഒരുമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതുപോലുള്ള ഒരു എന്റർടൈൻമെന്റ് തന്നെ ആയിരിക്കും സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുക. എന്തായാലും ഈ ഒരു പ്രോജക്റ്റ് സംഭവിക്കുകയാണെങ്കിൽ അത് മലയാളികളെ സംബന്ധിച്ച് വലിയൊരു ഉത്സവം തന്നെ ആയിരിക്കും. മമ്മൂക്കയുടെ വലിയൊരു ഉത്സവ ചിത്രം വന്നിട്ടും ഒരുപാട് കാലമായി. എന്തായാലും അങ്ങനെ ഒരു പ്രോജക്റ്റ് ആവട്ടെ അൻവർ റഷീദും മമ്മൂക്കയും ഒരുമിക്കുന്ന ക്യൂബ് എന്റർടൈൻമെന്റ്സിന്റെ പ്രോജക്റ്റ്.